ദൈവാത്മാവ് രാത്രി നമ്മോട് ഇടപെടേണ്ടതിനായി എല്ലാ പ്രിയപ്പെട്ടവരും ശബ്ദമുയർത്തി കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഈ രാത്രി ഒരു സാധാരണ രാത്രിയല്ല. ഈ കൺവെൻഷൻ്റെ ഒടുവിലത്തെ രാത്രി ദൈവാത്മാവ് ഇടപെടുവാൻ കൊതിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരു ദൈവപൈതൽ പോലും ഇവിടെ മൗനമായിരിക്കരുത്. സ്തോത്ര സ്വരങ്ങളോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന രാത്രിയായി രാത്രി തീരട്ടെ. ഈ ദേശത്ത് ഒരാത്മീയ യുദ്ധം ഇന്ന് രാത്രി നടക്കുകയാണ്. ഇത് മതത്തിനെതിരായിട്ടോ സംഘടനകൾക്കെതിരായിട്ടോ നടത്തുന്ന യുദ്ധമല്ല. യേശുവിൻ്റെ ചോര കൊണ്ട് കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ സാത്താനോടും അവൻ്റെ സംഘത്തോടും നടത്തുന്ന പോരാട്ടമാണ് സുവിശേഷ പ്രസംഗം. ഈ യുദ്ധം ഇന്ന് രാത്രി ഇവിടെ ജയിക്കണമെങ്കിൽ ആരാധന ഇന്ന് രാത്രി ഇവിടെ ഉയരണം. ഒരു ദൈവപ്രവർത്തിക്കായി കൊതിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി ഈ ഗ്രൗണ്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ നാവിൽ സ്തോത്രത്തിൻ്റെ ശബ്ദം ദൈവസിംഹാസനത്തെങ്കിലേക്ക് ഉയരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ഒരുപോലെ കർത്തൃസന്നിധിയിൽ നാവ് തുറന്ന് പ്രാർത്ഥിക്കുന്ന രാത്രിയായി രാത്രി തീരട്ടെ. ആ വേദപുസ്തകം കരങ്ങളിലൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ആ വേദപുസ്തകം കരങ്ങളിലൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവവചനത്തിനായി ദൈവത്തിന് മഹത്വമെന്ന് പറയാൻ നമ്മുടെ കരങ്ങളിൽ ആ വേദപുസ്തകം ഒന്ന് ഉയരുമോ? പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവത്തെ നമ്മുടെ മുൻപിൽ അഭിമുഖമായി നിർത്തുവാൻ കഴിവുള്ള ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഈ വചനം വഴികാട്ടിയായി സ്വീകരിച്ചിട്ടുള്ള ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ നിനക്കൊരിക്കലും വഴി തെറ്റുകയില്ല. ഈ വചനം വഴികാട്ടിയായി സ്വീകരിച്ചിട്ടുള്ള ദൈവപൈതലെ നിനക്ക് വഴി തെറ്റുകയില്ലെന്ന് മാത്രമല്ല, നീ എത്തേണ്ടിടത്തെത്തുന്നത് വരെ നിന്നെ നയിക്കുന്ന ഒരു ദിവ്യപ്രകാശം നിന്റെ പാതയ്ക്ക് ദീപമായി ഇതിൽ നിന്ന് നിരന്തരം വ്യാപരിച്ചു കൊണ്ടിരിക്കും. അന്ധകാര ശക്തികളെ ഊരിവെട്ടാൻ ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന പടവാളാണ് ജീവൻ്റെ വചനം. ഈ ദിവസങ്ങളിൽ ഈ പ്രതലത്തിൽ മുഴങ്ങിയ ജീവൻ്റെ വചനം അത് നഷ്ടമല്ല, അത് നേട്ടമാണ് എന്ന് ബോധ്യമുള്ള പ്രിയപ്പെട്ടവർ ഇരിക്കുന്ന ഇരിപ്പിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയണം, ഇതിൻ്റെ പുറകിൽ ഒരു അസാധാരണ ദൈവപ്രവൃത്തി വ്യാപരിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരിക്കൽ ഒരു വിദേശ രാജ്യത്ത് സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കുവാനായിട്ട് എത്തിച്ചേർന്നു. പ്രസംഗവേദിയിലേക്ക് എയർപോർട്ടിൽ നിന്ന് ഉള്ള യാത്ര അല്പം താമസിച്ചതുകൊണ്ട് വേദിയിൽ ഒരു വാത്സല്യ സഹോദരൻ രവീന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം സാക്ഷ്യം പറയുവാൻ അല്പം മിനിറ്റുകൾ എടുത്തു. ഞാൻ ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം എങ്ങനെയാണെന്നറിയാമോ? തിരുവല്ല ബസ് സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു നമ്മുടെ കഥാപാത്രം രവീന്ദ്രൻ. അദ്ദേഹം നിരണം ഭാഗത്തേക്ക് ഓട്ടോയിൽ പോയതിന് ശേഷം അന്ന് ഓട്ടം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ നിരണത്തിൽ നിന്ന് തിരുവല്ലയിലേക്ക് വരുന്ന റൂട്ടിൽ ഒരു വഴിയോരത്ത് ഒരു കണ്ടത്തിൽ ഒരു പ്ലാസ്റ്റിക് പടതയൊക്കെ വലിച്ചു കെട്ടി ഒരു സുവിശേഷ യോഗം നടക്കുന്നു. വെറുതെ ഓട്ടോ സൈഡിലേക്ക് ഒതുക്കി താൻ ആ മയിൽക്കുറ്റിയിലിരുന്ന് അല്പ മിനിറ്റുകൾ വിശ്രമിച്ച് പ്രസംഗം കേട്ടു. ക്രൂശിനെ കുറിച്ച് ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനൊരു തീരുമാനം കർത്താവിനോട് സംസാരിക്കുകയാണ്. യേശുവേ, നീ ജീവിക്കുന്ന ദൈവമാണ് എന്നോർത്ത് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുടുംബാംഗങ്ങൾ എനിക്ക് വിവാഹാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു. ചൊവ്വാഴ്ച എൻ്റെ കുടുംബാംഗങ്ങളുമായിട്ടൊത്ത പെൺകുട്ടിയെ കാണുവാനായി ഞാൻ പോകും. യേശു ജീവിക്കുന്ന ദൈവമാണ് എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് യേശുവേ, ഞാൻ അങ്ങയോടൊരു ഉടമ്പടി പറയുന്നു. ഞാൻ ആ വിവാഹ ആലോചനയിൽ പെൺകുട്ടിയുമായി സംസാരിക്കാനെത്തുമ്പോൾ ആ പെൺകുട്ടി എന്നോട് ഞാൻ യേശുവിനെ ജീവിതത്തിൻ്റെ കർത്താവായി ഏറ്റുവാങ്ങിയവളാണ് എന്ന് പറയുകയും ആ നിലയിൽ സാക്ഷ്യം എന്നോട് സംസാരിച്ചാൽ ഞാൻ ഉറപ്പിക്കും യേശു ജീവിക്കുന്ന ദൈവം തന്നെ. ദൈവത്തിന് സ്തോത്രം. അക്രൈസ്തവ പശ്ചാത്തലത്തിൽപ്പെട്ട ഇദ്ദേഹം അവിടെ ഇരുന്ന് തീരുമാനമെടുത്ത് ഒടുവിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് എഴുന്നേറ്റ് പോയി. ചൊവ്വാഴ്ച വിവാഹാലോചനയ്ക്കായി കടന്നുപോയി. കുടുംബാംഗങ്ങളുമായി ഒരുമിച്ച് ചെന്ന് വ്യക്തിപരമായി സംസാരിക്കാനുള്ള അവസരത്തിൽ ഈ പെൺകുട്ടി ഈ രവീന്ദ്രനോട് പറയുകയാണ്, ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ യേശുവിനെ ജീവിതത്തിൻ്റെ കർത്താവായി സ്വീകരിച്ചൊരു ദൈവപൈതലാണ്. ഇനിയും ശിഷ്ടമുള്ള ആയുസിൻ്റെ നാളുകൾ യേശുവിന് വേണ്ടി മാത്രമായിരിക്കും. ആ ബോധ്യമുണ്ടെങ്കിൽ മാത്രം എന്നെ കല്യാണം കഴിച്ചാൽ മതിയെന്ന് അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു. യേശു ജീവിക്കുന്ന ദൈവം തന്നെ. ഞാൻ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ പറയാം, വഴിയോരത്ത് യോഗത്തിൻ്റെ മുൻപിൽ കൈ ഉയർത്തി സാക്ഷ്യം പറയാനില്ലെങ്കിലും ഈ ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കുള്ളിൽ മുഴങ്ങുന്ന ജീവൻ്റെ വചനത്താൽ ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ
ദൈവപുസ്തകത്തിൽ എഴുതത്തക്ക വിധത്തിൽ ദൈവകരം ഉയരുന്നുണ്ട് എന്ന ബോധ്യം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, ഈ രാത്രി ഒരു സാധാരണ രാത്രിയല്ല, ഇത് വലിയ ദൈവപ്രവർത്തിയുടെ വിടുതൽ നടക്കുന്ന രാത്രിയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിൻ്റെ ഭാര്യ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ ഒരു പെൺകുട്ടിയായിരുന്നു. ആ വിധത്തിൽ സ്തോത്രം, അതിന് വിവാഹത്തിന് ശേഷം ആ രാജ്യത്ത് എത്തിച്ചേരാൻ അവസരമുണ്ടായതാണ്. അങ്ങനെ അവളൊരു സഭയിൽ കൂടി അവിടെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് കണ്ടത്തിൽ പ്രസംഗിച്ച് ഉപദേശി എന്ന മട്ടിലാണ് എന്നെ ക്ഷണിച്ചുകൊണ്ട് അവിടെ ചെല്ലാൻ അവസരമുണ്ടായത്. നിങ്ങൾ കാര്യം മനസ്സിലായോ? ഈ വചനത്തിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന സ്വാധീന ശക്തി എത്രയാണെന്ന് ബോധ്യമുള്ള ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ വിളിച്ചു പറയണം. ഇതിൻ്റെ പുറകിൽ അസാധാരണ ദൈവശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ആശാരി ഉപദേശിയെ അറിയാൻ വയ്യാത്തവര് ആരും ഇതിനകത്ത് കാണുകയില്ല. അദ്ദേഹം ഒരിക്കൽ അമേരിക്കയിൽ കെന്നഡി എയർപോർട്ടിലേക്ക് ആദ്യമായി ഇറങ്ങിച്ചെല്ലുകയാണ്. അദ്ദേഹം നേരെ എയർപോർട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് ചില മിനിറ്റുകൾക്ക് പുറകിൽ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എൻട്രൻസിലോട്ട് നടക്കുമ്പോൾ പെട്ടി തുറന്ന് വേദപുസ്തകം എടുത്ത് അങ്ങ് തലയെ വെച്ചു. അപ്പോൾ സ്വീകരിക്കാൻ വന്ന ആൾക്കാർ പറഞ്ഞു, സാറേ, അതീവ സുരക്ഷയുള്ള മേഖലയാണിത്, ഇങ്ങനെയൊന്നും ഇവിടെ ഇറങ്ങി വരരുത്. അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട് ആശാരി ഉപദേശി പറഞ്ഞു, കുഞ്ഞേ, എൻ്റെ കൂടെ ആശാരിപ്പണിക്ക് ഇറങ്ങിയ നൂറുകണക്കിന് ആളുകൾ നാട്ടിൽ പട്ടിക്കൂടിന് പട്ടിക അടിച്ച് കഴിയുമ്പോൾ എഴുത്തും അക്ഷരവും വായനയും അറിയാൻ വയ്യാത്ത ഈ സാധുവായ ആശാരിയെ കെന്നഡി എയർപോർട്ടിൽ എത്തിച്ചത് എൻ്റെ വിദ്യാഭ്യാസമല്ല, ജീവന്റെ വചനമാണ്. ഇത് തലേ തന്നെ ഇരിക്കട്ടെ. ഇന്ന് രാത്രി എന്നെ ഇവിടെ വരെ എത്തിച്ചത് ദൈവവചനമാണെന്ന ബോധ്യമുള്ള ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ സൂചി വിഴുങ്ങിയതുപോലെ യോഗത്തിലിരിക്കില്ല. ആരാധന അവൻ അപമാനമല്ല, ആരാധന അവൻ അഭിമാനമാണ്. ഈ ബോധ്യമുള്ള ദൈവത്തിൻ്റെ ജനം ആത്മാവിൽ പറയുന്നു. ഇതിൻ്റെ പുറകിൽ ദൈവശക്തി വ്യാപരിച്ചു ിരിക്കുന്നു. ഇന്ന് രാത്രി ആത്മാവിൽ കാണട്ടെ, ഈ ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കുള്ളിൽ മുഴങ്ങുന്ന ദൈവത്തിന്റെ വചനം ചില ഇരുട്ടിന്റെ ശക്തികളെ ബന്ധിച്ചു മാറ്റി ആത്മാക്കളെ വിടുവിക്കാൻ തേജസ്സോടെ വ്യാപരിക്കുന്നു. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാൻ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് തുറക്കാം. വേദപുസ്തകത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ, ബൈബിളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 5, 6, 7 വാക്യങ്ങൾ, ലൂക്കോസ് 13-ന്റെ 5, 6, 7 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. പ്രാർത്ഥനയോടെ വായിക്കാം. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു. ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക. അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിനെ അവൻ കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ട് കൂടെ നിൽക്കട്ടെ, മേലാൽ എല്ലാ ദൈവമക്കളും അക്കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ ദാസൻ പ്രിയ ഷാജൻ പറഞ്ഞതുപോലെ ഈ വർഷത്തിന്റെ ഒടുവിലത്തെ സുവിശേഷ സന്ദേശത്തിന്റെ കേൾവി എന്ന ബോധ്യത്തോടെ എന്നോട് ഇടപെടണമേ യേശുവേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധരായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ജീവന്റെ വചനമായ തിരുവെഴുത്തുകളെ അങ്ങയുടെ മുറിവേറ്റ കൈകളിലെടുത്ത് ഞങ്ങൾക്കിന്ന് രാത്രിയിൽ ആത്മാവിൽ വിളമ്പിത്തരണമേ. ഞങ്ങൾ പകർച്ചകളോടെ ഭവനങ്ങളിലേക്ക് മടങ്ങുന്ന മറക്കാൻ കഴിയാത്ത രാത്രിയാക്കണമേ. ദൈവാത്മാവത് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കരമുയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കാം. വളരെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ഈ സന്ദേശത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഞാൻ ഇന്ന് രാത്രിയിൽ പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശത്തിനൊരു തലക്കെട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതിതാണ്, മാനസാന്തരത്തിന് ദൈവം അനുവദിച്ച കരുണയുടെ കാലങ്ങളെ വിവേചിക്കുക. ഒരിക്കൽ കൂടെ ഞാൻ ആ പല്ലവികൾ ആവർത്തിക്കട്ടെ. മാനസാന്തരത്തിന് ദൈവം അനുവദിച്ച കരുണയുടെ കാലങ്ങളെ വിവേചിക്കുക. പ്രിയപ്പെട്ടവരെ, കോവിഡിന്റെ ഒരു മഹാദുരന്തം
കൊടുങ്കാറ്റ് പോലെ നമ്മുടെ കൺമുൻപിലൂടെ കടന്നുപോയി. നമ്മെപ്പോലെ ആരോഗ്യത്തോടെ ഒപ്പം നിന്ന പലരും മണ്ണിലേക്ക് മടക്കയാത്ര ചെയ്തു. 6 അടി മണ്ണിൽ അവരൊക്കെ നീറിത്തീർന്നു. എന്നാൽ ജീവനുള്ളവരുടെ ദേശത്ത് ആരോഗ്യത്തോടെ അടുത്ത കോവിഡിന്റെ വേരിയന്റ് വരുന്നു എന്ന മുന്നറിയിപ്പുണ്ടെങ്കിലും സാമൂഹിക അകലമൊന്നുമില്ലാതെ സന്തോഷത്തോടെ കടന്നു വന്ന് ഒരു സുവിശേഷ യോഗത്തിന്റെ മുൻപിൽ കൂടെ ഇരിക്കാൻ ദൈവം നമുക്ക് ആയുസ്സിന് ദൈർഘ്യം നൽകിയത് രക്തത്തിന്റെ പ്രതിരോധ ശേഷിയുടെ കൂടുതൽ കൊണ്ടല്ല, ധരിച്ച മാസ്കിന്റെ ശക്തിയല്ല, ഉപയോഗിച്ച സാനിറ്റൈസറിന്റെ കഴിവല്ല. എൻ്റെ ദൈവം മാനസാന്തരത്തിന് ഒരവസരം കൂടെ അനുവദിച്ചതാണ് എന്ന ബോധ്യമുള്ള ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ വാ തുറന്ന് നന്ദി കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് വേണം ഈ വചനത്തിന്റെ മുൻപിലായിരിക്കാൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ചരിത്രപ്രസിദ്ധമായ പ്രവചന ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ശ്രദ്ധേയമായ ഉപമ അവതരിപ്പിക്കുകയാണ്. ഈ ഉപമയ്ക്ക് ഒരു പശ്ചാത്തലമുണ്ട്. ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ. 12:54 വാക്യം വായിക്കുമ്പോൾ അവിടെ മുതൽ ആ വാക്യം പശ്ചാത്തലത്തിലേക്ക് വരികയാണ്. 12-ാം അധ്യായത്തിന്റെ 54 വാക്യം വായിച്ചാട്ടെ. പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിക്കണം, പലസ്തീൻ നാടിന്റെ പടിഞ്ഞാറ് ഭാഗം മെഡിറ്ററേനിയൻ മഹാസമുദ്രമാണ്. അവിടെ നിന്ന് മേഘം ഉയർന്നാൽ അതിശക്തമായ പെരുമഴ ഇരമ്പി ഇറങ്ങും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കർഷക സമൂഹം ഉൾക്കൊള്ളുന്ന ഈ സദസ്സിന് കാലാവസ്ഥ വിവേചനം നന്നായിട്ടറിയാം. എന്താണ് കാലാവസ്ഥയിൽ സംഭവിക്കാൻ തുടങ്ങുന്നതെന്ന് നിരീക്ഷിച്ചു മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള കാലാവസ്ഥയുടെ നിരീക്ഷണ ശേഷിയുള്ള ഈ കർഷക സമൂഹത്തോട് കർത്താവ് പറയുകയാണ്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ പെരുമഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. വായിച്ചാട്ടെ. പലസ്തീൻ നാടിന്റെ തെക്ക് ഭാഗം അതേ സീനായ് മരുഭൂമിയാണ്. അവിടെ നിന്ന് കാറ്റുയരുന്നത് കണ്ടാലോ അത്യുഷ്ണമുണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു. എന്ന് പറഞ്ഞാൽ ഏത് കാലാവസ്ഥയാണ് വരാൻ തുടങ്ങുന്നതെന്ന് ലക്ഷണം കണ്ട് പ്രവചിക്കാൻ തക്കവണ്ണം ഈ കർഷക സമൂഹത്തിന് കഴിയും. വായിച്ചാട്ടെ. അത് സംഭവിക്കുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരെ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവത്തെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വിവേചിപ്പാൻ അറിയാത്ത നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് ശാസനാരൂപത്തിൽ ഇവരോട് പറയുന്നത്? അവരോട് പറയുകയാണ്, കാലാവസ്ഥയുടെ മാറ്റം ലക്ഷണം കണ്ട് പ്രവചിക്കാൻ നിങ്ങൾക്കറിയാം, എന്നാൽ നിങ്ങളുടെ കൺമുൻപിൽ നിൽക്കുന്നത് ആരാണെന്ന് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന് പ്രവചിച്ച പ്രവചനം മുതൽ പ്രവചിച്ചതുപോലെ ഈ മണ്ണിൽ ജനിച്ച്, പ്രവചിച്ചതുപോലെ ജീവിച്ച്, പ്രവചിച്ചതുപോലെ മരിച്ച്, പ്രവചിച്ചതുപോലെ അടക്കപ്പെട്ട്, പ്രവചിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റ്, പ്രവചിച്ചതുപോലെ മടങ്ങി വരാൻ തുടങ്ങുന്ന നസറേനായ യേശു മനുഷ്യ മാംസത്തിൽ സ്വർഗം ഭൂമിയെ തൊട്ടിറങ്ങി നിൽക്കുമ്പോഴും ആ കാലത്തെ വിവേചിക്കാൻ ഇവർക്ക് കഴിയാതിരുന്നത് പോലെ ഈ തലമുറയിൽ എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ കണ്ണടച്ചിരുന്ന് ഉറങ്ങേണ്ടവരല്ല, നിങ്ങൾ കാലഘട്ടത്തെ വിവേചിക്കേണ്ടവരാണ്. അധിക നാളുകൾ കാര്യങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോകില്ല പ്രിയപ്പെട്ടവരെ. ഇതൊരു കൊടുങ്കാറ്റിന് മുൻപിലെ ശാന്തതയാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഏകവായാൽ വിളിച്ചു പറയുന്നു. കുഞ്ഞാടിന്റെ രക്തത്താൽ കരുകൽ പ്രാപിച്ച ദൈവത്തിന്റെ തിരുസഭ ഏകവായാൽ വിളിച്ചു പറയുന്നു, ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് വരും. നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിന് തൊട്ടു മുൻപ് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളാണ് എൻ്റെ മുൻപിൽ ഇരുന്ന കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കളെങ്കിൽ ഈ തലമുറ സാധാരണ തലമുറയല്ല. ഉൽപ്രാപണത്തിന്റെ തൊട്ടു മുൻപ് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം കിട്ടിയ ദൈവമക്കളാണ് ഇന്ന് രാത്രി എൻ്റെ മുൻപിൽ ഇരിക്കുന്നത്. നാം കാലാവസ്ഥയെ അല്ല, ഈ കാലഘട്ടത്തെ വിവേചിക്കണം. CV രാമൻ നിങ്ങൾക്കറിയാം, പ്രശസ്തനായ അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. യാത്രയ്ക്കിടയിൽ അദ്ദേഹം ചാടിക്കയറി ട്രെയിനിന്റെ ചങ്ങല വലിച്ചു. റെയിൽവേ ഗാർഡ് അടുത്തു വന്നു, ചോദിച്ചു, എന്തിനാ ചങ്ങല വലിച്ചേ? അപ്പോൾ പറഞ്ഞു, തൊട്ടു മുൻപിൽ പാളം മുറിച്ചിട്ടിട്ടുണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. റെയിൽവേ ഗാർഡ് നിരീക്ഷണം നടത്തിയപ്പോൾ 500 മീറ്റർ അപ്പുറത്ത് പാലം വിപ്ലവകാരികൾ മുറിച്ചിട്ടിരിക്കുകയാണ്.
അദ്ദേഹത്തോട് വന്ന് തിരിച്ചവർ ചോദിച്ചു, എങ്ങനെ അങ്ങയ്ക്ക് മനസ്സിലായി പാലം മുറിച്ചിട്ടിരിക്കുന്നെന്ന്? ഈ പാളം മുറിഞ്ഞു കിടക്കുന്നെന്ന് എങ്ങനെ മനസ്സിലായി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാളത്തിലൂടെ ട്രെയിൻ ഓടുമ്പോൾ ചുക് 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 എന്ന ആ താളാത്മകമായ ശബ്ദം കേവലം ഇഞ്ചന്റെ ശബ്ദമല്ല, അത് പാളവും ഇഞ്ചനും തമ്മിലുള്ള ബന്ധത്തിലെ അലൈൻമെന്റിന്റെ ശബ്ദമാണ് എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ താളത്തിന് ഒരു വ്യത്യാസമുണ്ടായാൽ, ആ താളപ്പിഴയുണ്ടായാൽ തൊട്ടു മുൻപിൽ പാളം മുറിഞ്ഞു കിടക്കാൻ സാധ്യതയുണ്ട് എന്ന് ലക്ഷണം വെച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി മുൻപിൽ പാളം മുറിഞ്ഞു കിടക്കുന്നു എന്ന്. കോവിഡിൻ്റെ ദുരന്തം പെയ്തിറങ്ങിയ ഈ തലമുറയിൽ നമ്മുടെ കൂടെ ജീവിച്ച പലരും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മണ്ണിനോട് മടക്കയാത്ര നടത്തിയപ്പോൾ ആരോഗ്യത്തോടെ എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, ഈ ലക്ഷണം കണ്ടാൽ കൈകെട്ടി വാപൂട്ടി ഉറങ്ങാൻ പറ്റില്ല. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവജനത്തിന് മധ്യത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഇതൊരു സാധാരണ കാലമല്ല. കൃപ ലഭിച്ച ദൈവപൈതലേ, എൻ്റെ പിൻപിലിരിക്കുന്ന അഭിഷിക്തന്മാരെ, ജീവൻ പ്രാപിച്ച ദൈവപൈതലേ, ഇതൊരു സാധാരണ കാലമല്ല. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ കാഹളധ്വനി നമ്മുടെ കാതിൽ മുഴങ്ങാൻ കാലമേറ്റം അടുത്തു നിൽക്കുന്ന ഒരു കാലത്ത് എത്തി നിൽക്കുന്ന നിന്നിൽ വ്യാപരിക്കേണ്ട ഒരു കാഴ്ചപ്പാടുണ്ട്. അതിനെതിരെ നിന്റെ കാഴ്ചപ്പാടുകളെ ബന്ധിച്ച് വാദിക്കുന്ന ചില വ്യാപാര ശക്തികളുണ്ട്. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, എനിക്ക് കാഴ്ചപ്പാടൊന്ന് മടക്കി തരണമേ. പരിശുദ്ധാത്മാവ് രാത്രി ചില വ്യക്തികളെ വിരൽ ചൂണ്ടി ഇടപെടുന്നു. അസാധാരണമായ ദൈവശബ്ദം നിനക്ക് നേരെ മുഴങ്ങുന്ന രാത്രിയാണ്. സംഹാരകൻ നിനക്ക് നേരെ കയറി വരുന്നു. കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. 2023 അടയ്ക്കപ്പെട്ട പുസ്തകം പോലെ നമ്മുടെ മുൻപിലിരിക്കുമ്പോൾ ദുരന്തങ്ങളുടെ കൂടിപ്പെയ്ത്ത് പ്രതീക്ഷിക്കുക. എന്നാൽ അതിലുപരി യേശുവിന്റെ മടങ്ങി വരവ് കാത്തിരിക്കുന്ന ദൈവത്തിന്റെ തിരുസഭ കണ്ണുയർത്തണം. ഇത് മാനസാന്തരപ്പെടാൻ ദൈവം അനുവദിച്ച കരുണയുടെ ദിവസങ്ങളാണ്. ഈ വിഷയം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ചൂടോടെ 2 വാർത്ത അവിടെ എത്തി. ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ വാർത്ത ഇതാ, ചരിത്രപ്രസിദ്ധമായ ശീലോഹാം കുളം, ഗലീലക്കാരുടെ ചോര. ഈ 2 സംഭവങ്ങളാണ്. അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ ബലി കഴിപ്പാൻ മോറിയയിൽ ഉപയോഗിച്ച കല്ല് അതിപരിശുദ്ധ സ്ഥലത്ത് വരത്തക്ക വിധം കല്ലുകൊണ്ടും വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ലെബനോനിലെ ദേവദാരിക്കൽ കൊണ്ടും പടുത്തുയർത്തിയ യഹൂദന്റെ കനക കൊട്ടാരം എന്ന തങ്കക്കുട കെട്ടിടത്തിനകത്ത് യാഗപീഠത്തിന്റെ മുൻപിൽ യാഗം നടന്നുകൊണ്ടിരിക്കുന്നു. പീലാത്തോസ് എന്ന ഭരണാധികാരിക്ക് നേരെ ഗലീലക്കാർ വിപ്ലവം തൊട്ട് മുൻപ് സംഘടിപ്പിച്ചിരുന്നു. ആ വിപ്ലവകാരികളെ പീലാത്തോസ് വിദഗ്ധമായി തകർത്തിരുന്നു. പക്ഷേ രക്ഷപ്പെട്ട ചില വിപ്ലവകാരികൾ, തീവ്രവാദികൾ യാഗപീഠത്തിന്റെ മുൻപിൽ യാഗത്തിനെത്തിയിരിക്കുന്നു എന്ന് പീലാത്തോസിന് രഹസ്യ വാർത്ത കിട്ടി. പീലാത്തോസ് പട്ടാളക്കാരെ ഉപയോഗിച്ചു. യാഗപീഠത്തിന് ചുറ്റും നിന്നവരെ മൊത്തം നിഷ്കരണം വെട്ടി നുറുക്കി യാഗപീഠത്തിൽ കയറ്റിയിട്ട് യാഗമൃഗത്തിന്റെ മാംസത്തോടൊപ്പം പച്ചയ്ക്ക് കത്തിച്ചു. കൂട്ടക്കൊല യെരൂശലേം ദൈവാലയത്തിൽ അരങ്ങേറി. ഈ വാർത്ത ചെവിയിലെത്തിക്കഴിഞ്ഞപ്പോൾ രക്ഷപ്പെട്ടവരുടെ നടുവിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തു ചോദിക്കുന്നൊരു ചോദ്യം, അല്ല, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ കൊല്ലപ്പെട്ട ആളുകൾ യെരൂശലേമിൽ പാർക്കുന്ന സകലരെക്കാട്ടിലും പാപികളായിരുന്നെന്ന്? അവര് കൊല്ലപ്പെട്ടത് അവർ അധർമ്മികളായതുകൊണ്ടും ഞങ്ങൾ രക്ഷപ്പെട്ടത് ഞങ്ങൾ ഏതോ പുണ്യവാളന്മാരായതുകൊണ്ടുമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല, അവർ കൊല്ലപ്പെട്ടത് അവർ കൊടിയ പാപികളായതുകൊണ്ടും നിങ്ങൾ രക്ഷപ്പെട്ടത് നിങ്ങൾ വിശുദ്ധരായതുകൊണ്ടുമല്ല. അവർക്ക് അനുതപിക്കാൻ ദൈവം അവസരം കൊടുത്തില്ല. നിങ്ങൾക്ക് അനുതപിക്കാൻ ദൈവം അവസരം തന്നിരിക്കുന്നു. ഇന്ന് രാത്രി ജീവൻ പ്രാപിച്ച പ്രിയപ്പെട്ടവർ വചനത്തിന്റെ മുൻപിൽ ശ്രദ്ധയോടെ കേൾക്കണം. അനുതപിക്കാൻ ദൈവം തന്നെ അവസരമായി കരുതുക. ദൈവം ഇടപെടുന്ന രാത്രിയാണ് ഈ രാത്രി. നിനക്ക് ദൈവം തന്ന വിടുതൽ സാധാരണ വിടുതലല്ല, അനുതപിക്കാൻ കിട്ടിയ അവസരമാണ്. ഞാൻ ചോദിക്കട്ടെ, കോവിഡ് എത്രയോ പേരുടെ ജീവൻ എടുത്തു. ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി അസാധാരണമായതുകൊണ്ടാണോ കൂടെപ്പുറപ്പേ നീ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്? നിന്റെ കൂടെ കോവിഡ് വന്ന് ഹോസ്പിറ്റലിൽ കയറിയ പലരും ഒത്തിരി സങ്കല്പത്തോടുകൂടെയല്ലേ അടുത്ത ദിവസം ഇറങ്ങി വരാമെന്ന് പ്രതീക്ഷിച്ചത്. മോടെ കല്യാണം, മോൻ്റെ വിവാഹം,
വസ്തുവിൻ്റെ വീതം വെപ്പ്, വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം, 10,000 സങ്കല്പത്തോടുകൂടല്ലേ അവരൊക്കെ ചെറിയൊരു ശ്വാസം മുട്ടലിൽ ഹോസ്പിറ്റലിൽ ICU യൂണിറ്റിൽ ആ വെന്റിലേറ്റർ കണക്ഷനിലേക്ക് പോയത്. എന്നാൽ തിരിച്ചിറങ്ങി വന്നത് ആരോഗ്യത്തോടല്ല, ഡെഡ് ബോഡി ആയിരുന്നു. അത് നിന്നോട് ദൈവം കാട്ടാഞ്ഞത് നിന്റെ കഴിവ് കൂടുതൽ കൊണ്ടും നിന്റെ വിശുദ്ധിയുടെ മഹത്വം കൊണ്ടുമല്ല, എൻ്റെ ദൈവം അനുവദിക്കാഞ്ഞത് കൊണ്ടാണ്. കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഇടത്തും വലത്തും ഇരിക്കുന്നവർ ആരൊക്കെ ഇന്ന് രാത്രിയിൽ മൗനമായിരുന്നാലും ഈ രാത്രി കേൾക്കുന്ന ജീവന്റെ വചനത്തിൻ്റെ മുൻപിൽ കൃപ ലഭിച്ച ദൈവമക്കൾ കരമുയർത്തി വിളിച്ചു പറയണം, എൻ്റെ കഴിവ് കൊണ്ടല്ല കർത്താവേ, എൻ്റെ കഴിവ് കൊണ്ടല്ല. വാ തുറന്ന് പറ, വാ തുറന്ന് പറ. ഇടത്തും വലത്തും ഇരിക്കുന്ന ആളുകൾ കേൾക്കട്ടെ, ശബ്ദം ഉയർത്തി പറ. എൻ്റെ കഴിവ് കൊണ്ടല്ല, നീ എന്നോട് കാട്ടിയ കൃപ കൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഇരുന്ന് കർത്താവിനെ ആരാധിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, 335 ഗ്രാം തൂക്കം, മുഷ്ടിയുടെ വലിപ്പമുള്ള ഹാർട്ട് എന്ന ഒരു കൊച്ചു പമ്പേ ഇടനെഞ്ചിൽ ഇടവിടാതെ ഇടിക്കുന്നത് കൊണ്ടല്ലേ ഇവിടുന്ന് വാ തുറന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിടിപ്പിൽ 2.5 ഔൺസ് രക്തം 1 മിനിറ്റിൽ 72 തവണ. 70 വയസ്സ് പൂർത്തിയായ ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ 250 കോടി വട്ടം ഈ മാംസസഞ്ചി ഇടിച്ചിട്ടുണ്ട് കേട്ടോ. കാൽപാദം മുതൽ തലച്ചോർ വരെ സകല നേർവുകളെ ഒരുപോലെ വലിച്ചു നീട്ടിയാൽ ഈ ഭൂമിയെ 2 ആവർത്തി ചുറ്റാനുള്ള ദൈർഘ്യമുള്ള നേർവുകളിലൂടെ പമ്പിങ് തുടങ്ങിയിട്ട് എത്ര നാളായി? എത്രയോ ലക്ഷം പ്രാവശ്യം പമ്പ് ചെയ്തില്ലേ? കഴിഞ്ഞ രാത്രി ഗാഠമായി നീ ഉറങ്ങിയപ്പോഴും നിന്റെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി ഇത് ഇടനെഞ്ചിൽ പണി നടത്തുകയായിരുന്നില്ലേ? ഒരു വേള പണി മുടക്കിയിരുന്നെങ്കിൽ അടുത്ത മോർച്ചറിയിൽ മൂക്കിൽ പഞ്ഞി വെച്ച് നിന്നെ കിടത്തുമായിരുന്നല്ലോ. നിന്നോടൊപ്പം കോവിഡുമായി ആശുപത്രിയിൽ കയറിയ പലരും ഒന്ന് ഡെഡ് ബോഡി ശവമടക്കാൻ പോലും കിട്ടാതെ കത്തിച്ചു കളഞ്ഞപ്പോ ആരോഗ്യത്തോടെ ഈ യോഗത്തിനകത്തിരുന്ന് ഈ ഇടയ്ക്കാട് കൺവെൻഷനിൽ സമുദായ സഭാ വിഭാഗ ഭേദമന്യേ വചനം കേൾക്കാൻ കൊണ്ടുവന്നത് നിന്റെ കുടുംബശ്രേഷ്ഠതയല്ല സഹോദര, നിന്റെ തൊലിയുടെ വെളുപ്പ് കൊണ്ടല്ല, നിന്റെ പല്ലിന്റെ കഴിവ് കൊണ്ടല്ല. പിന്നെയോ ദൈവം നിനക്ക് മാനസാന്തരപ്പെടാൻ ഒരവസരം കൂടെ അനുവദിച്ചതാണ് എന്നിന്ന് രാത്രി തിരിച്ചറിയുന്നെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പറയണം, എനിക്ക് ദൈവം അനുവദിച്ച മാനസാന്തരത്തിന്റെ സമയത്തിനായി നന്ദി. ഹോ ഹോ, ഗ്ലോറി ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, 1.5 കിലോ ഭാരം, 15,000 കോടി നാഡീകോശങ്ങളും 25,000 ഇന്നർ ക്രോസ് കണക്ഷനുമുള്ള തലച്ചോറെന്ന ഈ ചെറുലോകത്തിനകത്തുകൂടെ ഓടുന്ന തലമുടി 4 കീറിയ നേർവുകളിൽ ഒന്നിൽ മുട്ടുസൂചിയുടെ വലിപ്പത്തിലെ ക്ലോട്ടിങ് വീണിരുന്നെങ്കിൽ സ്തോത്രം എന്ന് തികച്ചു പറയാതെ ശോഷണം എന്ന് മാത്രം പറയത്തക്ക വിധം മൂക്കിലും വായിലും കൂടെ ഈളയൊലിക്കത്തക്ക വിധത്തിൽ താളം തെറ്റുകയിലായിരുന്നു. എന്നാൽ കൃപയാൽ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, കാലിനെ ഇടർച്ചയിൽ നിന്ന്, ജീവനെ മരണത്തിൽ നിന്ന് സൂക്ഷിച്ച് നിന്റെ ആയുസ്സിനെ പിടിച്ചു നിർത്തി 2022 ഡിസംബർ 25 കാണാൻ ദൈവം ഒരു അവസരം തന്നത് നിന്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയ ഭാഗ്യമാണ് എന്നിന്ന് രാത്രി തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ലജ്ജ കൂടാതെ, അഭിമാനം നോക്കാതെ വാ തുറന്ന് വിളിച്ചു പറയണം, ഇത് സാധാരണ യോഗ്യതയല്ല, അവിടുന്ന് എനിക്ക് തന്ന മാനസാന്തരത്തിന് നൽകിയ അനുകൂല അവസരമാണ്. ഗ്ലോറി, ഹല്ലേലൂയ. ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വാർത്ത യേശുവിൻ്റെ അടുക്കലെത്തി. ആ വാർത്ത ഇതാണ്. ചരിത്ര പ്രസിദ്ധമാണ് ദൂതനിറങ്ങി കുളം കലക്കുന്ന ശീലോഹാം കുളം. ആ അസാധാരണ പ്രതിഭാസം നടക്കുന്ന ശീലോഹാം കുളത്തിൽ നിന്ന് ഒരു ജലപാത യെരുശലേമിലേക്ക് രാജകീയമായി തയ്യാറാക്കുമ്പോൾ അതിൻ്റെ പ്രവേശന കവാടം ഒരു രാജകീയ ഉദ്യാനമായി പണിയുകയാണ്. അവിടെ ഒരു പ്രസിദ്ധമായ ആർച്ച് മനോഹര അതേ സൗന്ദര്യത്തിൽ ശില്പരൂപത്തിൽ പണിതുയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ആർച്ചിൻ്റെ പണി മുക്കാലും തീർന്നിരിക്കുന്ന സമയം ആ ആർച്ച് ഇടിഞ്ഞു വീണ് 18 പേര് മരിച്ചു. ആ കൂട്ടമരണത്തിൻ്റെ വാർത്ത ചെവിയിലെത്തിയപ്പോൾ യേശു ചോദിച്ചു, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ കൊല്ലപ്പെട്ട ആളുകൾ നിങ്ങളെക്കാട്ടിൽ പാപികളായിരുന്നെന്ന്? ചിലരുടെയൊക്കെ ഇന്നത്തെ ഇരിപ്പ് കണ്ടാൽ അടുത്ത കാലത്തെങ്ങും ഒന്നും പറ്റുകയെന്നുള്ള മട്ടിലാണ് ഇരിപ്പ്. ദൈവത്തിന് സ്തോത്രം. ഏതൻ പർദീസ ഉണ്ടായിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ, പുത്തരാമറിശലൻ തലയുടെ മുകളിൽ വന്ന് നിൽക്കുകയാണ് എന്ന മട്ടിലാ പലരുടെ ഇരിപ്പ്. ഞാൻ ചോദിക്കട്ടെ, എത്ര നാളുണ്ട് ഈ ഭൂമിയിലെ നമ്മുടെ ആയുസ്?
ദൈവത്തിന് സ്തോത്രം. ജനനമെന്ന 3 അക്ഷരത്തിൽ തുടങ്ങി, ജീവിതമെന്ന 3 അക്ഷരത്തിൽ തുടർന്ന്, മരണമെന്ന 3 അക്ഷരത്തിൽ അവസാനിച്ച്, നിത്യതയെന്ന 3 അക്ഷരത്തിലേക്ക് പോയി, സ്വർഗമെന്ന 3 അക്ഷരത്തിലോ നരകമെന്ന 3 അക്ഷരത്തിലോ എത്തിച്ചേരാൻ യാത്ര ചെയ്യുന്ന യാത്രക്കാരനായി എൻ്റെ കൂടപ്പിറപ്പേ, എത്ര നാളുണ്ട് ഈ ആയുസിൻ്റെ ദിവസങ്ങൾ? ചിലരൊക്കെ അപകടത്തിൽപ്പെട്ടു മണ്ണിലേക്ക് പോയില്ലേ? എന്നാൽ ദൈവം നിനക്ക് അവസരം തന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടല്ല. ഇടയ്ക്കാട് കൺവെൻഷനിൽ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അനുതപിക്കുമെന്ന് കണ്ട് എൻ്റെ ദൈവം മാനസാന്തരപ്പെടാൻ ഒരവസരം അനുവദിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, ഇതൊരു സാധാരണ രാത്രിയല്ല, മാനസാന്തരപ്പെടാൻ ദൈവം അനുവദിച്ച അവസരമാണ്. ഇതിന് നടുവിൽ പ്രവചന പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഉപമ കർത്താവ് പറയുകയാണ്. ഒരുത്തന്, ശ്രദ്ധിച്ച് കേൾക്കണേ, ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല. ഇത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന്? വെട്ടിക്കളക. തോട്ടക്കാരൻ അവനോട്, കർത്താവേ, ഞാനിതിന് കിളച്ചു വളമിടുവോളം ഒരാണ്ടുകൂടെ നിൽക്കട്ടെ, കായ്ച്ചില്ലെങ്കിലോ വെട്ടിക്കളയാം. 1 വർഷത്തിൻ്റെ കലണ്ടർ അവസാനത്തിലേക്ക് വരുമ്പോൾ വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് കോടാലി അടുത്തു വരികയാണ്. ഇന്ന് രാത്രി യോഗത്തിൽ ഞാൻ നിങ്ങളോട് ആത്മനിയോഗത്തോടെ പറയട്ടെ, നമ്മൾ ചിലർക്കു നേരെ മരണദൂതൻ അവൻ്റെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞിരിക്കുമ്പോൾ ദൈവം തന്നിരിക്കുന്ന ഇന്ന് രാത്രി അനുതപിക്കുന്നതിന് അവസരം മാറ്റിവെക്കരുത്. ഈ രാത്രി കരയുന്ന രാത്രിയാകണം. കർത്താവ് ഈ രാത്രി നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആ അത്തിവൃക്ഷത്തിൻ്റെ ദർശനം നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് ഭരിച്ചു കയറിയാൽ ഈ രാത്രി തകരാത്ത ഒരു ഹൃദയവും ഇതിനകത്തുണ്ടാകില്ല, നനയാത്ത ഒരു കണ്ണും ഉണ്ടാകില്ല. കൃപ ലഭിച്ച പ്രിയപ്പെട്ടവർ കണ്ണുകൾ ഉയർത്തി ആ അത്തിയിലേക്ക് നോക്കുക. അത് മരത്തിന്റെ കഥയല്ല, മനുഷ്യന്റെ കഥയാണ്. സ്തോത്രം. എന്താണ് ഈ അത്തിയുടെ പ്രത്യേകത? ഞാൻ 7 പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടി നിർത്താം. 1, ഈ അത്തി പദവി നേടിയ അത്തിയാണ്. 2, ഈ അത്തി സ്ഥാനമലങ്കരിക്കുന്ന അത്തിയാണ്. 3, ഈ അത്തി ഉടമസ്ഥനുള്ള, ചോദിക്കാനും പറയാനും ആളുള്ള അത്തിയാണ്. 4, ഈ അത്തി അതേ ഉത്തരവാദിത്വം ഏറ്റെടുത്ത അത്തിയാണ്. 5, ഈ അത്തി പ്രതീക്ഷയുള്ള അത്തിയാണ്. 6, ഈ അത്തി കിളച്ചു വളമിടിയിൽ ഏറ്റുവാങ്ങുന്ന അത്തിയാണ്. 7, ഈ അത്തി ഓർക്കുക, മരണദിവസം കുറിക്കപ്പെട്ട അത്തിയാണ്. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കണേ, ഈ അത്തി എന്തത്തിയാ? ഇത് സാധാരണ അത്തിയല്ല, ഇത് പദവി നേടിയ അത്തിയാണ്. ഞാൻ ഈ രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോട് ചോദിക്കട്ടെ, ദൈവം നിനക്ക് തന്ന പദവി ഓർക്കുമ്പോൾ കൈകെട്ടിയിരുന്ന് ഉറങ്ങാൻ പറ്റുമോ? എത്ര വലിയ പദവിയാ ദൈവം നിന്റെ മേൽ തന്നിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ സ്വന്തം മക്കളോടൊപ്പം പലർക്കും സ്വന്തം കൂരയിൽ കയറി അതേ ഉറങ്ങാൻ കഴിയാതിരുന്നപ്പോൾ സ്വന്തം വീട്ടിൽ സ്വന്തം ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ചേർന്ന് വിശ്രമിക്കാൻ എൻ്റെ ദൈവം ഭാഗ്യം നൽകിയത് എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ദൈവം എൻ്റെ മേൽ പകർന്ന കൃപ കൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം. ഇസഹാക്കിൻ്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചതുപോലെ, എസ്തേറിൻ്റെ അനാഥത്വത്തിൻ്റെ പുറകിൽ ഒരു കരം ചലിച്ചതുപോലെ, രൂത്തിൻ്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചതുപോലെ, നവോമിയുടെ കയ്പിൻ്റെ പുറകിൽ ഒരു കരം ചലിച്ചതുപോലെ, ഞാൻ അനുഭവിക്കുന്ന ശോധനയുടെ പുറകിൽ എന്നെ വിട്ടുകൊടുക്കാതെ, പറയാൻ കഴിയുമോ? എന്നെ വിട്ടുകൊടുക്കാതെ നിരാശയുടെ നീർക്കുഴിയിൽ നിപതിക്കത്തക്ക വിധത്തിൽ കൊടുങ്കാറ്റ് പോലെ ഉയർന്ന പരിശോധനകൾ എൻ്റെ മേൽ ആധിപത്യം പുലർത്താതെ എനിക്കെൻ്റെ ദൈവം തന്ന പദവി കൊണ്ടാണ് ഈ 2022 ശോധനകളെ അഭിമുഖീകരിക്കാൻ എനിക്കെൻ്റെ ദൈവ കൃപ പകർന്നത് എന്ന ബോധ്യം ഇതിനകത്തൊരു ദൈവ പൈതലിനുണ്ടെങ്കിൽ നീ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യേണ്ടത് ദൈവം നിനക്കെന്ന പദവിയെ വെച്ചുകൊണ്ടാണ്. രക്തത്താൽ ജയം, മേഘം പോലെ മൂടുന്ന ദൈവത്തിൻ്റെ തേജസ് ഈ രാത്രി യോഗത്തിൻ്റെ മീതെ നിഴൽ വിരിച്ച് നിൽക്കുമ്പോൾ, അഭിഷേകത്തിൻ്റെ തൈല നദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ രാത്രി പരിശുദ്ധാത്മാവ് ചില തോളുകളിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് ആത്മാവിൽ പറയുന്നു, നിനക്കെതിരെ ഉയർന്ന ഘോര പോരാട്ടങ്ങൾ നിന്റെ ജീവന്റെ മേൽ ഉന്നം വെച്ചതാണ്. കഴുകുമരം തയ്യാറാക്കി ഡേറ്റും
നിശ്ചയിച്ച് കുലക്കളം തയ്യാറാക്കി വെച്ച ഹാമാന്റെ സമരതന്ത്രങ്ങൾ നിന്റെ കുടുംബത്തിനെതിരെ ഉയർന്നതാണ്. എന്നാൽ ആരുടെ കഴുത്ത് വേണം അതിൽ കുരുങ്ങാനെന്ന് എൻ്റെ ദൈവം അനുവദിക്കാത്തിടത്തോളം കാലം നിന്റെ കഴുത്ത് അതിൽ കയറാൻ അനുവദിക്കാതെ വെട്ടിമാറ്റിയ ദൈവത്തിൻ്റെ കരുതൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി സാധാരണ സ്തോത്രം പോരാ, നൃത്തം ചെയ്ത് വിളിച്ചു പറയണം, അടിസ്ഥാനമിട്ടവൻ എൻ്റെ ദൈവമായതുകൊണ്ട് എൻ്റെ ജീവനെ, എൻ്റെ ശുശ്രൂഷയെ, എൻ്റെ വാഗ്ദത്തത്തെ, എൻ്റെ അഭിഷേകത്തെ, എൻ്റെ താലന്തുകളെ, എന്നിൽ വ്യാപരിച്ച ദൈവകൃപയെ തകർക്കാൻ അനുവദിച്ചില്ല. അതെൻ്റെ കഴിവല്ല, എൻ്റെ ദൈവം എനിക്കുന്ന പദവിയാണ്. ഗ്ലോറി 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നിന്റെ വാഗ്ദത്തത്തിനെതിരെ, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ താലന്തുകൾക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ ദാമ്പത്യത്തിനെതിരെ, നിന്റെ വാഗ്ദത്ത നിവർത്തികളുടെ രംഗങ്ങൾക്കെതിരെ എത്ര കരുതിക്കൂട്ടിയുള്ള കരുനീക്കങ്ങളാണ് സംഭവിച്ചത്. എന്നാൽ അവിടെയൊന്നും നിന്റെ ജീവനെ തകർക്കാൻ അനുവദിക്കാതെ നിന്റെ ആയുസ്സിനെതിരെ മുറിച്ചു കളയേണ്ടതിന് ഉയർന്ന വിധിപ്പകർപ്പുകളെ മാറ്റിക്കുറിച്ച് 2022 ഡിസംബർ മാസം 25-ാം തീയതി വചനത്തിന്റെ മുൻപിൽ എത്തിച്ചത് എൻ്റെ കഴിവ് കൊണ്ടല്ല, ഞാൻ പദവി നേടിയ ദൈവപൈതലായതുകൊണ്ടാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ വിളിച്ചു പറയണം. ഇതൊരു സാധാരണ പദവിയല്ല. ഞാൻ വ്യാപരിക്കുന്ന ദൈവകൃപയിൽ വിശ്വസിക്കുന്നു. ഞാൻ ഈ രാത്രി ആത്മാവിൽ പറയട്ടെ, നിന്റെ ശത്രു നിനക്കെതിരെ വന്നപ്പോൾ നിന്റെ മിത്രം നിനക്ക് അനുകൂലമായി നിൽക്കുമെന്ന് നീ വിചാരിച്ച വേളയിൽ, നിന്റെ ശത്രുവിന്റെ മുൻപിൽ വന്ന വേളയിൽ നിന്റെ മിത്രം നിന്നെ കൈയൊഴിഞ്ഞപ്പോൾ, നിന്റെ മിത്രം കാണത്തക്ക വിധത്തിൽ നിന്റെ ശത്രുവിനെ കൊണ്ട് നിനക്ക് അനുകൂലമായി നടപടിയെടുപ്പിച്ച ഒരു ദൈവമാണ് ഈ രാത്രി നീ സേവിക്കുന്ന ദൈവമെന്ന് അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ വിളിച്ചു പറയണം. എനിക്കെതിരെ ആയുധമെടുത്ത പ്രതികൂലങ്ങൾക്ക് നടുവിൽ പോലും കാര്യങ്ങളെ തിരിച്ചുവിട്ട ദൈവത്തെയാണ് ഈ രാത്രി ഞാൻ സേവിക്കുന്നതെങ്കിൽ സാധാരണക്കാരനല്ല ഞാൻ പദവി നേടിയ ദൈവപൈതലാം. ഗ്ലോറി ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഓർക്കും, ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഒട്ടും സഹിക്കാൻ കഴിയാത്തതാണ് വൈധവ്യം. വൈധവ്യം അവൾ സഹിക്കും. എങ്ങനെയെന്നറിയാമോ? അനാഥത്വമില്ലെങ്കിൽ. പലപ്പോഴും ശവമടക്ക് നടത്താൻ വേണ്ടി ഡെഡ് ബോഡിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ അവസാനത്തെ ഘട്ടത്തിൽ തുണി മുഖം മൂടാൻ പറയുന്ന സമയം, ദൈവദാസന്മാർക്കൊക്കെ അറിയാം, സീനിയേഴ്സിനൊക്കെ അറിയാം, ഞങ്ങൾ നിരന്തരം കണ്ടിട്ടുള്ള, എൻ്റെ ശുശ്രൂഷയിൽ നിരന്തരം കണ്ടിട്ടുള്ള രംഗമുണ്ട്. യൗവനക്കാരനായൊരു യുവാവാണ് ഈ പെട്ടിയിൽ കിടക്കുന്നതെങ്കിൽ, ആ ബോഡിയാണെങ്കിൽ, ആ അമ്മ, ആ സഹോദരി, ആ യുവതി അലറിക്കരയുമ്പോൾ ആ വീട്ടിലൊരാൺതരിയുണ്ടെങ്കിൽ ആ ആൺകുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് അമ്മമാർ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഒരിടത്തെ കാര്യമല്ല, പലയിടത്തും ആവർത്തിച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ മനഃശാസ്ത്രം? ഇതിനൊരു മനഃശാസ്ത്രമുണ്ട്. മോനെ, എൻ്റെ ഭർത്താവ് പോയി, ഞാൻ വിധവയാണ്, പക്ഷേ മോനെ നീയുണ്ടെനിക്ക്, എന്നെ നീ നോക്കും, ഞാൻ അനാഥയല്ല. എന്നാൽ നിങ്ങളെ ഒരു വീട്ടിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ഭർത്താവ് പോയി, ആ സ്ത്രീ നവോമി വിധവയായി. അധികം താമസിക്കാതെ ആ വീട്ടിൽ നിന്ന് 2 ഡെഡ് ബോഡികളൂടെ പുറത്തുപോയി. 3 ശവങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ നാട്ടുകാർ പറഞ്ഞു കാണും, മുടിഞ്ഞു, ഇനിയും അവർ തലപൊക്കുകയില്ല, ഒരിക്കലും ഗതി പറ്റുകയില്ലെന്ന് വിധി എഴുതിയവരുടെ നടുവിൽ ദാവീദിന്റെ വല്യപ്പനെ മടിയിലെടുത്ത് കിടത്തിക്കൊണ്ട് യേശുവിൻ്റെ വംശാവലി പരമ്പരയിലെ വല്യമ്മച്ചിയാകാൻ എൻ്റെ ദൈവം ചരിത്രം മാറ്റിക്കുറിച്ച ദൈവമാണെങ്കിൽ, നിനക്കെതിരെ ഉയർന്ന പല മരണവാറന്റുകളെയും എൻ്റെ ദൈവം മാറ്റിക്കുറിച്ചത് ഈ രാത്രി പുറകോട്ട് തിരിഞ്ഞു നോർത്തിട്ട് കൈകെട്ടിയാൽ ഇരിക്കേണ്ടത്, എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്താലും വേണ്ടില്ല, വിളിച്ചു പറയണം, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ പദവി നേടിയ ദൈവപൈതലാണ്. ഇനിയും ഈ അത്തി നിൽക്കുന്ന പൊസിഷൻ കണ്ടോ? ഇത് മുന്തിരിത്തോട്ടം എന്ന പ്രതലത്തിന് നടുക്കാണ് നിൽക്കുന്നത്. യഹൂദ ശൈലിയിൽ പറഞ്ഞാൽ മുന്തിരി സ്പിരിച്വൽ പ്രതലത്തെയും അത്തി അവൻ്റെ രാഷ്ട്രീയ തലത്തെയും ചൂണ്ടിക്കാണിക്കുന്നു, ഭൗതിക തലത്തെയും ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ അത്തിയുടെ ഭൗതികതയുടെ നിലനിൽപ്പ് ആത്മീയതയുടെ അടിത്തറയിലാണ്. ഇത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? റബ്ബറിൻ്റെ വിലയല്ല നിന്റെ കുടുംബത്തിൻ്റെ ഭൗതികതയുടെ അടിത്തറ.
മക്കളുടെ വിദേശ വരുമാനമല്ല നിന്റെ ഭൗതികതയുടെ അടിത്തറ. നിന്റെ ആവശ്യങ്ങൾക്ക് നടുവിൽ ദൈവത്തിൻ്റെ കരം ചലിച്ചാൽ കാക്കയുടെ തലയ്ക്കകത്ത് പോലും GPS സിസ്റ്റം വെച്ച് നീ മുട്ടുമടക്കുന്ന കരീത്തിലേക്ക് നിന്റെ അന്നം എത്തിക്കാൻ കഴിവുള്ള ഒരു കരം നിന്റെ ജീവന്റെ പുറകിലുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, എൻ്റെ ആത്മീയതയുടെ നിലനിൽപ്പിലാണ് എൻ്റെ ദൈവം എൻ്റെ ഭൗതികതയെ ഉറപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. ഇനിയും ഈ അത്തി അനാഥ അത്തിയല്ല. ചിലർ പറയാറില്ലേ ചോദിക്കാനും പറയാനും ആളില്ലെന്നാണ് ഓർത്തതെന്ന്. എന്നാൽ ഈ അത്തി അനാഥ അത്തിയല്ല. ഈ അത്തി ഉടമസ്ഥനുള്ള അത്തിയാണ്. ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ. ഈ രാത്രി ഇവിടെ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കി, നിന്റെ ജീവന് നേരെ ഉയർന്ന എത്രയോ വെല്ലുവിളികൾക്ക് നടുവിൽ നീ പ്രാർത്ഥിക്കാതെ ഗാഠമായി ഉറങ്ങിയപ്പോൾ നിന്നേക്കാൾ പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവരെ പ്രാർത്ഥനയിൽ എഴുന്നേൽപ്പിച്ച് അനർത്ഥങ്ങളെ ഒഴിവാക്കി ഈ രാത്രി നിന്നെ ഇവിടെ ഇരുത്തിയിരിക്കുമ്പോൾ നീ സാധാരണക്കാരി അല്ല സഹോദരി, നീ സാധാരണക്കാരനല്ല സഹോദര. നിന്റെ മേൽ വന്ന അപകടങ്ങളുടെ മുന്നറിയിപ്പുകളെ ഗ്രഹിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുകളെ എഴുന്നേൽപ്പിച്ച്, അല്ല പ്രാർത്ഥിക്കാൻ ആവശ്യമില്ലെന്ന് നിനക്ക് തോന്നിയ സമയം നീ ഗാഠമായി ഉറങ്ങിയപ്പോൾ നിന്നെ ആത്മമണ്ഡലത്തിൽ അർദ്ധരാത്രിയിൽ തട്ടി ഉണർത്തി നാളെ നടത്താൻ ഇരുട്ടിന്റെ ശക്തികൾ ഒരുക്കി വെച്ച കണികളെ തലേ രാത്രിയിൽ പ്രാർത്ഥനയിൽ മുറിക്കാൻ അധികാരം പകർന്ന് എൻ്റെ ദൈവം ജീവന്റെ നിലനിൽപ്പ് തന്നത് ഓർക്കുമ്പോൾ ഈ രാത്രി വിളിച്ചു പറയണം, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ ചുമതല ബോധമുള്ള ഒരുവന്റെ ഉടമസ്ഥതയുള്ളവനാണ്. കാക്കച്ചുണ്ടിൽ നിന്ന് വീണ് വഴിവക്കിൽ വന്യമായി വളർന്ന അത്തിയല്ലിത്. പിന്നെയോ ഒരുവൻ തവാരണയിൽ നിന്ന് കൊണ്ടുവന്ന് ക്രമീകൃതമായി തറയെടുത്ത് നട്ടതാണ്. ഞാൻ ഈ രാത്രി ചോദിക്കട്ടെ, അനർത്ഥങ്ങൾ എത്ര ജീവന്റെ നേരെ വന്നു തൊടാൻ അനുവദിച്ചില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്നതുപോലെ ഓർക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രത്യേക സംഭവം എൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടായ എത്രയോ സംഭവങ്ങൾ എനിക്ക് ഓർത്ത് ഉദ്ധരിക്കുവാനായിട്ടുണ്ടെന്നറിയാമോ. ഒരിക്കൽ ഞാൻ സ്വദേശിയാണ്. റാന്നിയിൽ നിന്ന് വലിയകാവിലേക്ക് ഒരു 6 കിലോമീറ്ററുണ്ട് എൻ്റെ തറവാട് വീട്ടിലേക്ക്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി ഞാനൊരു സ്ഥലം സഭയുടെ ശുശ്രൂഷകനായി അധ്വാനിക്കുന്നു. ആ സ്ഥലം സഭയിൽ ഞാൻ ജനിച്ചു വീണ മണ്ണിലാണ് കർത്താവിൻ്റെ വേലയിൽ നിലകൊള്ളുന്നത്. അവിടെ നിന്ന് നേരെ വലിയകാവുന്ന സ്ഥലത്തേക്ക് ബൈക്കിൽ യാത്ര ചെയ്യുകയാണ്. കടവ് പുഴ എന്നൊരു സ്ഥലത്തെത്തിയപ്പോൾ വണ്ടി അല്പം വളരെ വേഗം, ബൈക്കാണ്, മുൻപോട്ട് പോകുന്ന സമയം ഞാൻ കാണുന്നു എതിരെ ഒരു ലോറി പാഞ്ഞിറങ്ങി വരുന്നു. ഒരു ഇറക്കമിറങ്ങിയാണ് വരുന്നത്. ആ ഇറക്കമിറങ്ങി വരുന്ന ലോറി കണ്ടപ്പോൾ തന്നെ വണ്ടി സൈഡിലേക്കൊന്ന് ഒതുക്കി. അപ്പോൾ ഈ ലോറിയുടെ മുകളിൽ വെച്ച് കെട്ടിയിരുന്നൊരു പറങ്കിത്തടിയുടെ കഷണം നേരെ ഊർന്നിറങ്ങുന്നത് ഞാൻ കണ്ടു. അപ്പോഴേക്കും എൻ്റെ നെറ്റിക്ക് നേരെ അത് വന്നു കഴിഞ്ഞു. എന്തിന്? എൻ്റെ നെറ്റിയോടടുത്തിട്ട് തലമുടിയിൽ തൊട്ടില്ല എന്ന മട്ടിൽ ഗന്ധം മൂക്കിൽ വൃക്ഷത്തിൻ്റെ വെട്ടിൻ്റെ പാടിൻ്റെ ഗന്ധമടിച്ച് കടന്നുപോയി. എന്നെ ആലല പോലെ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ ബൈക്ക് അവിടെ ചവിട്ടിയിട്ട് എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് ഈ വിവരം പറഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചു, ദൈവം എന്നെ വിടുവിച്ചു എന്ന്. ആ സമയം എൻ്റെ പ്രിയപ്പെട്ടവൾ പറഞ്ഞൊരു വാക്കാണ്. ചില മിനിറ്റുകൾക്ക് മുൻപ് മുണ്ടക്കയം പൈക സ്വദേശിയായൊരു ദൈവദാസൻ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം കതകിന് കൊട്ടി പാഴ്സണേജിൽ കയറിയിട്ട് അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ രാത്രി 12 മണി കഴിഞ്ഞ് ഞാൻ ഗാഠമായി ഉറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നാളെ രാവിലെ പാസ്റ്റർ രാജു മേത്രയുടെ ജീവനെ തകർത്ത് കളയേണ്ടതിന് ഒരു പോരാട്ടം ഉയരുന്നു. എനിക്കറിയില്ല എന്താ വരാൻ പോകുന്നതെന്ന്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ നെഞ്ചോട് വേദപുസ്തകം ചേർത്ത് പിടിച്ച് അന്യഭാഷ പറഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചു പോവുകയും ചെയ്തു. അത് കഴിഞ്ഞാണ് അച്ചായൻ എന്നെ വിളിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. ഈ രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ജീവൻ പ്രാപിച്ച ദൈവപൈതലേ, നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത്, ഈ നിന്റെ ശുശ്രൂഷയിൽ നിനക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത ചിലത് നിനക്കെതിരെ ഉയർന്നു വരുമ്പോൾ തന്നെ നീ അറിയാത്ത വിഷയങ്ങൾക്ക് നടുവിൽ, നീ അറിയാത്ത വ്യക്തികളെ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ച് അനർത്ഥങ്ങളെ വെട്ടിമാറ്റിയിട്ട് ആരോഗ്യത്തോടെ ഇന്ന് രാത്രി ഈ യോഗത്തിനകത്ത് കൊണ്ടുവന്നത് ഓർക്കുമ്പോൾ ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, ഞാൻ സാധാരണ അത്തിയല്ല, ഞാൻ പദവി നേടിയ അത്തിയാണ്. ഞാൻ സാധാരണ അത്തിയല്ല, ഞാൻ ഉടമസ്ഥനുള്ള അത്തിയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ വ്യാപാരത്താൽ ഇടയ്ക്കാട് കൺവെൻഷനിൽ ഞാൻ വിളിച്ചു പറയുന്നു, വീണ്ടും ജനനം പ്രാപിച്ച ദൈവപൈതൽ സാധാരണക്കാരനല്ല, അവനൊരു ഉടമസ്ഥനുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഈ അത്തിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഈ അത്തിയിൽ ഉടമസ്ഥൻ ഫലം തിരയുകയാണ്.
വരം ഉണ്ടോ എന്നല്ല ചോദിക്കുന്നത്, ഫലം ഉണ്ടോ എന്നാണ്. ശ്രദ്ധിക്കൂ, അതീന്ദ്രിയമായ കൃപാവരങ്ങൾ അണപൊട്ടി ഒഴുകിയിറങ്ങിയാലും ആ വ്യക്തിയിൽ ഫലം വെളിപ്പെടുന്നില്ലെങ്കിൽ കോടാലി ഉറപ്പാണ്. സ്തോത്രം. ജനക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് വികൃതമായ കൃപാവരങ്ങളെ കൃപാവരങ്ങളെ വികൃതമായി അവതരിപ്പിച്ച് ഭൗതിക നേട്ടം കൊയ്യുന്ന തന്ത്രശാലികൾ ആത്മീയ ലോകത്തിൽ ഉയരുമ്പോൾ ഓർക്കണം, ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഇലക്ട്രോണിക് സിസ്റ്റത്തിന്റെ ചലനത്തിൽ ഉയരുന്ന ഇലക്ട്രോണിക് വിപ്ലവമല്ല ഉണർവ്. നീ ഇന്ന് രാത്രി പ്രാപിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം നിൽക്കുന്ന സ്ഥലത്ത് ഫലം കായ്ക്കുന്നുണ്ടോ എന്നാ ദൈവം നോക്കുന്നത്. ഫലമില്ലെങ്കിൽ കോടാലി പുറകെ വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഓരോ വർഷവും ഉടമസ്ഥൻ അടുക്കൽ വരികയാണ്, ഇല്ല, ഫലമില്ല. 2012 ജനുവരി മാസത്തിന്റെ ആദ്യ ദിവസങ്ങൾ ഈ രാത്രി പറയട്ടെ, ഉടമസ്ഥന്റെ അടുക്കൽ വന്നു. അപ്പോൾ തോട്ടക്കാരൻ പറഞ്ഞു, 1 വർഷം കൂടെ നിൽക്കട്ടെ, ഞാൻ അതിന് കിളച്ചു വളമിടാം. പരിശുദ്ധാത്മ നിയോഗത്തോടെ ഈ സന്ദേശത്തിന് മുൻപ് ഞാൻ വിളിച്ചു പറയുന്നു, ആ ഹാർട്ട് അറ്റാക്ക് വെട്ടി വിയർത്തില്ലേ? പെട്ടെന്ന് മക്കൾ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലേ? സ്റ്റെൻഡിങ് നടത്തിയപ്പോഴല്ലേ രക്ഷപ്പെട്ടത്? മരണത്തിന്റെ തണുത്ത കരങ്ങൾ തലോടാഞ്ഞത് ദൈവം നിനക്ക് കിളച്ചു, കർത്താവ് നിനക്ക് കിളച്ചു വളമിട്ടതാ. ആ ബയോപ്സി റിപ്പോർട്ട് ക്യാൻസർ ആകാൻ പടിക്കലെത്തിയപ്പോൾ എൻ്റെ ദൈവം ഗാഠത കുറച്ചില്ലേ? അത് നിന്റെ കഴിവല്ല, എൻ്റെ ദൈവം കിളച്ചു വളമിട്ടതാ. ഈ രാത്രി ഇത് കേട്ടിട്ട് സ്തോത്രം പറയാൻ എത്ര പേർക്ക് കഴിയും? പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന അഭിഷിക്തന്മാരോട് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയുന്നു, ഷുഗർ രോഗം തുടങ്ങിയിട്ട് എത്ര നാളായി? കിഡ്നി ഡയാലിസിസിലേക്ക് പോകാൻ ശരീരം ബലഹീനമാണെങ്കിലും നിന്നെ വിട്ടുകൊടുക്കാതെ ഇന്നും നിന്നെ ആരോഗ്യത്തോടെ ഇരുത്തിയത് വൈദ്യശാസ്ത്രത്തിന്റെ മികവല്ല, നിനക്കൊരുവൻ കിളച്ചു വളമിടാൻ ഉണ്ടായിരുന്നത് കൊണ്ടാ. സ്വർഗം ഇന്ന് രാത്രി ഇവിടെ തുറന്നു നിൽക്കുമ്പോൾ, ദൂതന്മാർ ഇവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവി രാത്രി യോഗത്തിൽ ചില വ്യക്തികൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇടപെടുകയാണ്. നിനക്കെതിരെ ഉയർന്നു വന്ന ചില അനർത്ഥങ്ങൾ നിന്റെ ജീവനെ തട്ടിയെടുക്കേണ്ടതായിരുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ ദൂത്, 2023 ഒരു ഡിസംബർ മാസം കാണാൻ നിനക്ക് ഭാഗ്യം കിട്ടുമോ അറിയില്ല. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ഈ യോഗം കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുൻപ്, അടുത്ത ദുരന്തം മുഖത്തിന് നേരെ വരുന്നതിന് മുൻപ് അലറിക്കരഞ്ഞുകൊണ്ട് ക്രൂശിന്റെ ചുവട്ടിൽ വീഴാൻ ദൈവാത്മാവ് നിന്നെ ക്ഷണിക്കുകയാണ്. കരിങ്കല്ല് പോലെ കഠിന ഹൃദയവുമായി ഈ രാത്രി യോഗം കഴിഞ്ഞ് മടങ്ങരുത്. എന്റെ ദൈവം നിനക്ക് കിളച്ച് വളമിട്ടത് കൊണ്ടാ, എന്റെ നാഥൻ നിനക്കായി മധ്യസ്ഥത അണച്ചത് കൊണ്ടാ. നിന്റെ ജീവനെ പിടിച്ചു നിർത്താൻ വൈദ്യശാസ്ത്രത്തിന്റെ കഴിവല്ല, അവൻ നിനക്ക് കിളച്ച് വളമിട്ടതാ. ഓ, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് ആഴത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ഈ ഗ്രൗണ്ടിന്റെ പ്രതലത്തിൽ മാത്രമല്ല ദൈവാത്മാവ് ഇടപെടുന്നത്, ഈ ഗ്രൗണ്ടിന് പുറത്തും ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സംഭവിക്കട്ടെ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ അത് സംഭവിക്കട്ടെ. ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പറയണം, എൻ്റെ ജീവിതത്തിൽ കിളച്ചു വളമിടിയിൽ ഏറ്റുവാങ്ങിയവനാ ഞാൻ. മടിക്കണ്ട, മടിക്കണ്ട, മടിക്കണ്ട. ഈ രാത്രി ആത്മാവിൽ പറയണം, എത്രയോ പ്രാവശ്യം അവൻ എനിക്ക് കിളച്ചു വളമിട്ടതാ. ആ കോവിഡിന്റെ ഭീകരബാധയിൽ, അതേ ക്യാൻസർ രോഗത്തിന്റെ ഭീകര പിടിയിൽ, എന്തിന് മാരക വിപത്തുകൾ ജീവന് നേരെ വന്നപ്പോൾ ആയുസിനെ അസ്തമിപ്പിക്കാൻ ഉയർന്ന വെല്ലുവിളികൾക്ക് നടുവിൽ ഈ രാത്രി ഓർക്കുക, രാവിലത്തെ ഭാഗ്യം പലർക്കും വൈകിട്ടത്തെ ദൗർഭാഗ്യമായപ്പോൾ എൻ്റെ ദൈവം നിനക്ക് കിളച്ചു വളമിട്ടത് കൊണ്ടാ ഈ കൺവെൻഷനിൽ കടന്നു വന്ന് ജീവന്റെ വചനം കേൾക്കുന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ലജ്ജ കൂടാതെ വിളിച്ചു പറയണം, എൻ്റെ നാഥ, നീ എനിക്ക് കിളച്ചു വളമിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പ്രതലത്തിലെത്തുകയില്ലായിരുന്നു. നിങ്ങൾക്കറിയാമോ, അമേരിക്കയുടെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് കെന്നഡി വധം. ജോൺ എഫ് കെന്നഡി, 35ാമത്തെ അമേരിക്കൻ പ്രസിഡന്റിന്റെ മരണം അമേരിക്കയുടെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ അത്ഭുതമാണ്. കാരണം എന്തെന്നറിയാമോ? അദ്ദേഹം വെടിയേറ്റ് വീണ സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്. തുറന്ന ജീപ്പിൽ പ്രചരണാർത്ഥം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
ജനാലയ്ക്കിടയിലൂടെ ദീർഘദൂരം യാത്ര ചെയ്യുന്ന വെടിയുണ്ടയേറ്റ് താൻ പിടഞ്ഞു വീണത് ഭാര്യയുടെ മടിയിലേക്കാണ്, ജാക്വലിൻ കെന്നഡിയുടെ മടിയിലേക്ക്. അന്ന് രാവിലെ ഒരു പറ്റം പത്രപ്രവർത്തകർ, ഇത് വലിയൊരു അത്ഭുതമാണെന്ന് പറയാൻ കാര്യം, അമേരിക്കയെ പോലൊരു രാജ്യത്ത് ഇത്രമാത്രം സാങ്കേതിക സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ ആ വെടിവെച്ചയാളിനെ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത് വിസ്താര സദസ്സിലേക്ക് കൊണ്ടുപോകുന്ന സമയം ജൂറിയുടെ മുൻപിലെത്തുന്നതിന് മുൻപ്, ജഡ്ജിന്റെ മുൻപിലെത്തുന്നതിന് മുൻപ് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു. ഇനിയും ആ വെടിവെച്ച് കൊന്നയാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരിക്കുമ്പോൾ വിദഗ്ധമായി വിഷം കൊടുത്തു കൊന്നു. അപ്പോൾ കൊലയ്ക്ക് കൊല പുറകിൽ ആസൂത്രണം ചെയ്ത ഏറ്റവും രഹസ്യമായ കൊലപാതക കാരണം ആ സംഭവത്തിന് പുറകിലുണ്ട്. ഞാൻ അത് പറയാനല്ല വന്നത്. ഞാൻ പറയാൻ വന്നത്, അന്ന് രാവിലെ ഈ വെടിയേറ്റ് മരിച്ച ഈ കെന്നഡിയുടെ മരണത്തിന്റെ അന്ന് രാവിലെ ജാക്വലിൻ കെന്നഡിയെ ഒരു പറ്റം പത്രപ്രവർത്തകർ കണ്ടിരുന്നു. അവർ ചോദിച്ചു, മഹദി, 35ാമത്തെ അമേരിക്കയുടെ പ്രഥമ വനിത, ഒരു ചോദ്യം ചോദിക്കട്ടെ, ജീവിതത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയിരുത്തൽ എന്താണ്? പറഞ്ഞത് കേൾക്കണോ? ലോകത്തിലേക്കും ഭാഗ്യശാലി ഞാനാണ്. അന്ന് വൈകിട്ട് മരണം കഴിഞ്ഞ് ഇതേ പത്രപ്രവർത്തകർ ജാക്വലിൻ കെന്നഡിയെ കണ്ടു. ചോദിച്ചു, ജീവിതത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒറ്റ വാക്കിൽ അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്ക്, ഏറ്റവും വലിയ ദൗർഭാഗ്യശാലി ഞാനാണ്. ഞാൻ ഈ രാത്രി പറയട്ടെ, ലോകത്തിൽ രാവിലത്തെ ഭാഗ്യശാലി വൈകിട്ടത്തെ ദൗർഭാഗ്യശാലിയായപ്പോ മരണം സംഭവിക്കാഞ്ഞത് കൊണ്ടല്ല, പല അനർത്ഥങ്ങളെയും ദൈവം കണ്ണിടയ്ക്ക് മുൻപിൽ വെട്ടിമാറ്റിയത് കൊണ്ടാണ്. നീ ദൈവസന്നിധിയിൽ ഇരിക്കുന്നെന്ന ബോധ്യം അകത്ത് ഭരിക്കുന്നെങ്കിൽ ശബ്ദമുയർത്തി പറയണം, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ കിളച്ചു വളമിടപ്പെട്ട ദൈവവൈതലാണ്. ഈ ബോധ്യം അകത്ത് ഭരിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ ഇവിടെയുണ്ട്? വാ തുറന്ന് വിളിച്ചു പറയണം, ഞാൻ സാധാരണക്കാരല്ല. ഞാൻ ചോദിക്കട്ടെ, 94 സെപ്റ്റംബർ മഹാരാഷ്ട്രയിലെ ലത്തൂർ ജില്ലയിൽ ഒരു ഭൂകമ്പമുണ്ടായി. നോക്കി നിൽക്കെ 21 ഗ്രാമങ്ങൾ അപ്രത്യക്ഷമായി. 40,000-ഓളം പേർ മണ്ണോട് മണ്ണ് മാറി. ആ 40,000-ഓളം പേർ ഭൂഗർഭത്തിലേക്ക് ഒഴിഞ്ഞപ്പോൾ തലേ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അവരുടെ പ്ലാനിങ് എന്തായിരുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മോൻ്റെ കല്യാണം, മോടെ വിവാഹം, അടുത്ത വസ്തു വാങ്ങീര്, തൊട്ടപ്പുറത്തെ ബിൽഡിംഗ് നിർമ്മാണം. പക്ഷേ പ്ലാനിങ്ങിന് പിറ്റേ രാത്രി മണ്ണിനടിയിലായിരുന്നു കേട്ടോ. യൂണിയൻ കാർബൈഡ് വാതക ചോർച്ചയിൽ, ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിൽ നിരവധി ആളുകൾ മരിച്ചു ഓർക്കുന്നു. രാത്രി ഉറങ്ങാൻ കയറിയപ്പോൾ എന്തായിരുന്നു പ്ലാനിങ്? പക്ഷെ പിറ്റേ ദിവസം ശവങ്ങൾ കൂട്ടിയിടുന്ന രംഗത്ത് തങ്ങൾ നിർജീവരാകും എന്ന് ചിന്തിച്ചോ? ഇല്ല, ചിന്തിച്ചില്ല. ഇത് ചിന്തിക്കില്ല. ഒരിക്കൽ സയൻസ് മ്യൂസിയം കാണാൻ പോയ ഒരാൾ സയൻസ് മ്യൂസിയത്തിൽ ഒരു സ്കെലിറ്റൻ നിൽക്കുന്നത് കണ്ടിട്ട് ഈ സയൻസ് മ്യൂസിയത്തിൽ നിൽക്കുന്ന സ്കെലിറ്റനോടൊരു ചോദ്യം ചോദിച്ചു. സ്തോത്രം, ആണായിരുന്നോ പെണ്ണായിരുന്നോ? മനസ്സിലൊന്ന് ചിന്തിച്ചേ. ആണായിരുന്നോ പെണ്ണായിരുന്നോ? കറുത്തതായിരുന്നോ വെളുത്തതായിരുന്നോ? ഏത് തറവാട്ടി പിറന്നതായിരുന്നു? എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? എന്നിട്ട് പുള്ളി ഒരു കവിഭാഷയിൽ ഒരു കൊച്ചു കാര്യം പറഞ്ഞു. തിലകം ചാർത്തി ചീകിയ മഴകായി പലനാൾ പോറ്റിയ പുണ്യശിരസേ. ഇന്ന് യോഗത്തിന് വരാൻ നേരത്തെ ഏറ്റവും കൂടുതൽ ഒരുക്കിയ ഭാഗം ഏതെന്നറിയാമോ? ഇത്രയും ഭാഗം. തിലകം ചാർത്തി ചീകിയ മഴകായി പലനാൾ പോറ്റിയ പുണ്യശിരസേ, ഉലകം വെല്ലാൻ ഉഴറിയ നീയേ, വിലപിടിയാതൊരു തലയോടായോ. ഇത്രയേ ഉള്ളു കേട്ടോ, ഇത്രയേ ഉള്ളൂ. പുറത്തേക്ക് വിട്ടത് അകത്തേക്ക് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ പിണമാണെന്ന് ഓർക്കണം. എന്നാൽ ഇത് കൈവെക്കാഞ്ഞത് നിന്റെ കഴിവല്ല കൂടപ്പിറപ്പേ. നിനക്ക് വേണ്ടി ഇടനില നിന്ന് മധ്യസ്ഥത വഹിക്കാൻ ഒരു രക്ഷകൻ നിനക്ക് വേണ്ടി ഉള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എനിക്കെൻ്റെ ദൈവം തന്നത് കരുണയുടെ ദിവസങ്ങളാണ് എന്ന ബോധ്യമുള്ള എത്ര പേർ ഈ രാത്രി ഇതിനകത്തുണ്ട്? ഗ്ലോറി, ഹല്ലേലൂയ. 2023 ദിവസങ്ങളിൽ ഒരു കൺവെൻഷൻ നടക്കുമോ? കോവിഡിന്റെ അടുത്ത വേരിയന്റ് കൂട്ടമരണത്തിലേക്ക് ഒരു സമൂഹത്തെ കൊണ്ടുപോകുമോ? അറിയില്ല. എന്നാൽ ഞാൻ ഈ രാത്രി പറയാം, ഇന്ന് നിനക്ക് ഒരു മാരക വിപത്തിന്റെ കാലം കഴിഞ്ഞ് തന്നത് കരുണയുടെ ദിവസമാണ്.
ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ ക്രൂശിന്റെ ചുവട്ടിൽ കവിണ് വീഴാൻ ഇടയായാൽ നിന്റെ ഭാഗ്യം ആരംഭിക്കുന്ന രാത്രിയാണ്. ഇന്ന് രക്ഷകനെ തള്ളിക്കളഞ്ഞാൽ നിന്റെ വിധി ഏറ്റുവാങ്ങുന്ന രാത്രിയാണ്. ദൈവത്തിന് പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു ന്യായവിധിയുടെ ദിനം കൺമുൻപിൽ വരികയാ. ഞാൻ ഓർക്കുന്നുണ്ടൊരു ദൈവദാസൻ പറഞ്ഞ സാക്ഷ്യം, നടന്ന സംഭവം. ആ ദൈവദാസന്റെ മകൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് അന്ന് രാവിലെ പറഞ്ഞു, പപ്പ എനിക്കൊരു ട്രാക്ട് വേണം. എന്തിനാ മോളെ നിനക്ക് ട്രാക്ട്? അതെനിക്ക് ഒരാൾക്ക് കൊടുക്കാനാ. അത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ട്രാക്ട് വേണം കേട്ടോ. ആ പെൺകുഞ്ഞ് ട്രാക്റ്റും വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. സ്കൂളിൽ പോയി, ആർക്കും കൊടുക്കാൻ പറ്റിയില്ല, സ്കൂൾ ബാഗിൽ വെച്ചു. തിരിച്ചു വന്ന് സ്കൂൾ ബസ് നിർത്തുന്നിടത്ത് ഇറങ്ങി ഒരു ഒലിപ്പതോട് കടന്നാ വീട്ടിലോട്ട് വരേണ്ടത്. ഈ ഒലിപ്പതോട് കടക്കാൻ നേരത്തെ ഓർത്തു, അയ്യോ ട്രാക്ട് ആർക്കും കൊടുത്തില്ലല്ലോ. പെട്ടെന്ന് ബാഗിനകത്തുനിന്ന് ട്രാക്ട് എടുത്തിട്ട് ചുറ്റും നോക്കിയപ്പം ഒരു ചേട്ടൻ തൊട്ട് താഴെ ഒരു അക്രൈസ്തവ സഹോദരൻ ഒരു പശുവിനെ കുളിപ്പിക്കുന്നു. ചേട്ടാ ഈ ട്രാക്ട് വായിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് നിഷ്കളങ്കമായ ചിരിയോടുകൂടെ ആ കുഞ്ഞ് ഈ ട്രാക്ട് കൊണ്ട് ആ മനുഷ്യന് നേരെ നീട്ടി. പശുവിൻ്റെ കയറെ പിടിച്ച് ഒലിപ്പുതോടിൻ്റെ ആറിലൊക്കെ ബന്ധിക്കുന്ന ഓളവിൻ്റെ അവിടെ നിൽക്കുന്ന ഈ മനുഷ്യൻ ട്രാക്ട് ഇങ്ങനെ വാങ്ങിച്ച് ഒന്ന് നോക്കിയപ്പോൾ യേശു എന്നോ രക്ഷകൻ എന്നോ ഒക്കെ കണ്ടിട്ട് മുൻവിധിയോടുകൂടെ ചുരുട്ടിക്കൂട്ടി വെള്ളത്തിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, നിന്റെ അപ്പനെ പോലെ നീ മതപരിവർത്തനത്തിന് ഇറങ്ങിയിരിക്കുക അല്ലേ എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ പറയാം, അന്ന് വൈകിട്ട് ആ മനുഷ്യൻ തിരിച്ചു വീട്ടിൽ ചെന്നില്ല. അന്വേഷിച്ചിറങ്ങിയ നാട്ടുകാർ താഴത്തെ ആറ്റുകടവിൽ കമിഴ്ന്നു കിടക്കുന്ന ഡെഡ് ബോഡി കണ്ടെത്തി. മരണം പറയാനല്ല ഞാൻ വന്നത് സ്തോത്രം, ആ കുഞ്ഞിന് രാവിലെ സമയം ട്രാക്ട് അപ്പനോട് പറഞ്ഞു വാങ്ങിക്കാൻ പ്രേരിപ്പിച്ചതിൻ്റെ പുറകിലെ ശക്തി ഏതാണ്? സ്തോത്രം, ഞാൻ ചോദിക്കുന്നു, ആ ശക്തി ഏതാണ്? ഇനി സ്കൂളിൽ ചെന്ന് ആർക്കും കൊടുക്കാതെ ഈ കടവ് വരെ കൊണ്ടുവന്ന് ആ സമയത്ത് ഓർപ്പിച്ച കരമേതാണ്? എന്തിന് ആ കുഞ്ഞത് കൊടുത്ത സമയത്ത് അവനോട് ഇടപെട്ട ഏത് കരമാണ്? മരണത്തിന് മുൻപ് ജീവന് നേരെ വിരൽ ചൂണ്ടാൻ എൻ്റെ ദൈവം വിടുതലിന് വേണ്ടി കൊടുത്ത സമയം അവൻ നിഷേധിച്ചെങ്കിലും ഈ രാത്രി പറയട്ടെ, ഇടയ്ക്കാടുള്ള ദർശനം പ്രാപിച്ച ഒരുപറ്റം ആളുകൾ പ്രാർത്ഥനയോടുകൂടെ ക്രമീകരിച്ച ഈ സുവിശേഷ യോഗം ഇത് കേവലം വെറുതെ ഒരു പഴം പരിപാടിയല്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അറിയണം, തിരിച്ചറിയണം, ഇതൊരു പഴയ പരിപാടിയല്ല, ഇതൊരു ആവർത്തനമല്ല. ഇതിൻ്റെ പുറകിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇടയ്ക്കാടിന്റെ മേഖലയിൽ ഇരുട്ടിന്റെ ശക്തികൾ ജീവന്റെ മേൽ കണിവയ്ക്കുന്ന ചില ബന്ധനങ്ങൾ ഒരുക്കാൻ തുടങ്ങുന്ന ചില പ്രിയപ്പെട്ടവരെ, ഈ രാത്രി യോഗം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിത്യനാശത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പിടിച്ചു കയറ്റാൻ ക്രൂശിന്റെ ശബ്ദം മുഴങ്ങുകയാണ്. മാനസാന്തരപ്പെടാൻ ദൈവം ഒരു അവസരം അനുവദിച്ചിരിക്കുക. അക്കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? ഈ രാത്രി വാ തുറന്നെന്ന് പറഞ്ഞേ, മാനസാന്തരത്തിന് നീ എനിക്ക് അവസരത്തിനായി നന്ദി കർത്താവേ. ഞാൻ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് വരികയാണ്. ഇന്ന് രാത്രി എന്നെ കഴുകണമേ എന്ന് പറയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി, കരങ്ങൾ ഉയർത്തി ചില മിനിറ്റുകൾ ദൈവത്തിനൊന്ന് മഹത്വം അർപ്പിച്ച് തുടങ്ങിക്കാട്ടെ. എല്ലാ കണ്ണുകളും ഉയരങ്ങളിലേക്ക് ഉയരുക, എല്ലാ നാവുകളിൽ നിന്ന് സ്തോത്രത്തിൻ്റെ ശബ്ദം ഉയരട്ടെ. പരിശുദ്ധാത്മാവി രാത്രി ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുക്കുകയാണ്. അന്യഭാഷയിൽ ആത്മനിയോഗത്തോടുകൂടെ പ്രാർത്ഥിക്കുവാൻ നിയോഗം പ്രാപിച്ച ദൈവമക്കൾ ഈ യോഗത്തിനകത്തിരുന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. സ്വർഗം ഇന്ന് രാത്രി ഇതിനും ഇത് തുറന്നു നിൽക്കുകയാണ്. ഞാൻ കാണുന്നു ദൈവത്തിൻ്റെ ദൂതസഞ്ചയങ്ങൾ ഈ ഗ്രൗണ്ടിന് ചുറ്റും പറന്നു നിൽക്കുന്ന കാഴ്ച ആത്മമണ്ഡലത്തിൽ ഇത് കാണുകയാണ്. മഹാദൈവത്തിൻ്റെ സിംഹാസനത്തോട് സമ്പർക്കം പുലർത്താൻ അധികാരം പ്രാപിച്ച ഒരുപറ്റം ദൈവമക്കൾ ഒന്നിച്ച് ഈ ഗ്രൗണ്ടിൽ പ്രാർത്ഥിച്ച് മുന്നേറാൻ തുടങ്ങുകയാണ്. എൻ്റെ സ്റ്റേജിലിരിക്കുന്ന പ്രിയപ്പെട്ട കർത്തൃദാസന്മാർ ആത്മാവിൽ രാത്രി പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കട്ടെ. പ്രകൃതി ശക്തികളെ വെല്ലുവിളിക്കത്തക്ക വിധം, ദൂതന്മാരുടെ ശുശ്രൂഷയ്ക്കായി ഇറങ്ങി വരത്തക്ക വിധം ആ പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരമുള്ള യേശുവിൻ്റെ കരം ഈ രാത്രി ബലത്തോടെ ഇവിടെ ചലിക്കുകയാണ്. രക്തത്താൽ ജയം. അലറി ഇരമ്പുന്ന ഗലീല കടലിൽ നിന്ന് ഒറ്റ വാക്കിൽ പ്രകൃതിയെ നിലയ്ക്ക് നിർത്തിയവൻ ഈ രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. ദീർഘവർഷങ്ങളായി രക്തസ്രാവ രോഗത്താൽ ബന്ധിക്കപ്പെട്ട ആ സഹോദരിയുടെ ശരീരത്തിൽ വ്യാപരിച്ച ബലഹീനതയെ ഒരു സ്പർശനത്തിൽ പുറത്താക്കാൻ അവന് രോഗത്തിന്മേൽ അധികാരമുണ്ടായിരുന്നെങ്കിൽ എൻ്റെ യേശു ഇന്ന് രാത്രി രോഗത്തിന്മേൽ അധികാരമുള്ളവനായി ഈ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ദുർഭൂതത്താൽ ബന്ധിക്കപ്പെട്ടവന്റെ ദുരാത്മ വ്യാപാരത്തെ അഴിച്ചു മാറ്റാൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ അവന് പൈശാചിക ശക്തികളുടെ മേൽ അധികാരമുണ്ട്. 12 വർഷമായി അതേ ബലഹീനത ബാധിച്ച ഒരു പെൺകുഞ്ഞ് 12ാമത്തെ വയസ്സിൽ അവൾ കല്ലറകളിലേക്ക് എടുക്കപ്പെടും മുൻപ് എൻ്റെ നാഥന്റെ ശബ്ദത്തിങ്കൽ ജീവനിലേക്ക് മടങ്ങി വന്നെങ്കിൽ പറുദീസയിൽ വിശ്രമിക്കുന്ന ആത്മാവിനെ
ആത്മാവിനെ മർത്യ ശരീരത്തിലേക്ക് മടക്കി കൊണ്ടുവരത്തക്ക വിധം മരണത്തിന്മേൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന് അധികാരമുണ്ട്. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് രാത്രി യേശുവേ എന്നൊന്ന് ശബ്ദം ഉയർത്തി നിങ്ങളൊന്ന് വിളിച്ചേ. എല്ലാവരും ഒരു നിമിഷം കർത്തൃസന്ന് എഴുന്നേറ്റേ. എല്ലാവരും ഒരു നിമിഷം കർത്തൃസന്ന് എഴുന്നേറ്റേ. ഇതാണ് യോഗത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട സമയം കേട്ടോ. ആ രണ്ട് കൈകളും എത്രയും ഉയർത്താമോ അത്രയും, കസേരകളിലേക്ക് നിങ്ങളുടെ ബൈബിളൊക്കെ ഒന്ന് വെച്ചിട്ട് ആ രണ്ട് കൈകളും എത്രയും ഉയർത്താമോ അത്രയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് രാത്രി വിളിക്കുന്ന രാത്രിയായി രാത്രി തീരട്ടെ. പരിശുദ്ധാത്മാവ് രാത്രി ചില വ്യക്തികളോട് ആഴങ്ങളിൽ ഇടപെടുകയാണ്. അനർത്ഥദൂതന്റെ കരങ്ങൾ ജീവന്റെ മേൽ പിടിമുറുക്കുന്നതിന് മുൻപ്, വെള്ളിച്ചരട് അറ്റുപോകുന്നതിന് മുൻപ്, പൊൻകിണ്ണം തകരുന്നതിന് മുൻപ്, കിണറ്റിങ്കിലെ ചക്രം തകരുന്നതിന് മുൻപ് രക്ഷകനെ കണ്ടെത്താൻ ഈ രാത്രി ദൈവാത്മാവ് വിളിക്കുന്ന രാത്രിയാണ്. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ക്രൂശിലേക്ക് ശബ്ദമുയർത്തി നോക്കിക്കാട്ടെ. യെസ്, ശബ്ദമുയരട്ടെ. വാ തുറന്ന് യേശുവേ എന്ന് വിളിക്കുന്നതിന് എന്തിനാണ് ലജ്ജിക്കുന്നത്? ഞാൻ ഇന്ന് രാത്രി പറയാം, ഞങ്ങൾ വന്ന വഴിയിൽ ഒരുപാട് ദൈവത്തിന് സ്തോത്രം ശബ്ദങ്ങൾ കേട്ടു. ലോകത്തിലെ സകല ശരണം വിളികളുടെ ശബ്ദത്തെക്കാൾ വലിയ ശബ്ദം നസറേനായ യേശു എന്ന ശബ്ദമാണ് എന്ന് ഞാൻ വിളിച്ചു പറയാൻ കാരണം, ഭൂമിയിലെ മുഴുവൻ ശബ്ദങ്ങളും മണ്ണിലുണ്ടായ പേരാണ്. എന്നാൽ ജോസേഫും മറിയയും ഒരുമിച്ചിട്ട പേരല്ല യേശു എന്ന പേര്. അത് മണ്ണിൽ ഉടലെടുത്ത നാമമല്ല, അത് വിണ്ണിൽ ഉടലെടുത്ത നാമമാണ്. ഈ ബോധ്യമുള്ള ദൈവമക്കൾ കരമുയർത്തി പിടിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു, നസറേനായ യേശുവേ എന്ന്. ഗ്ലോറി, ഹല്ലേലൂയ. ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. രണ്ട് കൈകളും ദൈവസന്നിധിയിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് ഇന്ന് രാത്രിയിൽ ആഴമായി പാടണം, മനസ്സിന്റെ ധ്യാനത്തോടെ. പരിശുദ്ധാത്മാവ് രാത്രി ഇടപെട്ട ആലോചന ചില വ്യക്തികൾക്ക് നേരെയുള്ള ദൈവശബ്ദമാണ്. യഹൂദന്റെ ബാല്യ യൗവന വാർദ്ധക്യ ഘട്ടം എന്ന 3 വർഷങ്ങൾ കഴിഞ്ഞു. ഫലം കായ്ക്കാതെ വന്നപ്പോൾ ഉഴുതു മറിച്ച വയൽ പോലെ 70 കോടാലി വീണു. ഈ രാത്രിയിൽ പ്രവചന നിയോഗം പോലെ യേശു പറഞ്ഞു, ഈ തലമുറയ്ക്കും അത് വരുന്നു. മാനസാന്തരത്തിന് ദൈവം അനുവദിച്ച കരുണയുടെ ദിവസങ്ങളെ കൈയൊഴിഞ്ഞാൽ ഒടുവിലത്തെ ശബ്ദമാണ് ഇടയ്ക്കാട് കൺവെൻഷൻ. വ്യക്തികളോട് ഈ രാത്രി ദൈവം ഇടപെടുകയാണ്. ഇന്ന് രാത്രിക്കൊന്ന് പറഞ്ഞേ, കർത്താവേ ഞാൻ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വരികയാണ്.